ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ ടി.കെ. അബ്ദുള്ളയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രസംഗം അതിപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. കുറച്ച് വർഷം മുൻപുള്ളതാണ്. ടി.കെ. അബ്ദുള്ള എന്ന മുൻ അമീറാണ്. മുൻ അമീർ പറഞ്ഞ വാചകമാണ്, കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ. നേരത്തെ മാഡം പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമി അങ്ങ് മൊത്തത്തിൽ മാറിയെന്ന്. ഈ പ്രസംഗം കൂടി ഒന്ന് കേൾക്കൂ. കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. നമുക്കിവിടെ ജീവിക്കണ്ടേ? അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോൾ ഡെമോക്രസി, സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിന്റെ കാര്യത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തുകയുമില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്കുപണിയൊക്കെ ചെയ്യും. ഒരു പൊതുവേദിയിൽ മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ടി.കെ. അബ്ദുള്ള എന്ന മുൻ അമീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഇന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇനിയും വേണമെന്ന് പറയുന്നു. ഇതേ ജമാഅത്തെ ഇസ്ലാമി ഇനിയും അങ്ങോട്ട് പിന്തുണയ്ക്കുമെന്ന് പറയുകയാണ് കേരള രാഷ്ട്രീയത്തിൽ യു.ഡി.എഫിനെ. കോൺഗ്രസിന്റെ പാരമ്പര്യം ഇതാണോ? ലീഗിന്റെ പാരമ്പര്യം ഇതാണോ? അതായത് കേരള രാഷ്ട്രീയത്തിൽ ഈ രീതിയിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആരും ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവരെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അത് നടത്തിയ ഒരേ ഒരു നേതാവിന്റെ പേര് വി.ഡി. സതീശൻ എന്നാണ്.